വേണ്ടപ്പെട്ട ഒരാളുടെ ഫംഗ്ഷൻ ആണ് നമുക്ക് നന്നായി ഇരിക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഒരു പാക്കേജ് ഓഫ് പ്രൊഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ സ്കിൻ ന്യൂട്രീഷൻ, അതായത് നിങ്ങൾ ഡയറ്റിലും ഒക്കെ തന്നെ കൃത്യമായി ശ്രദ്ധിക്കുക, ഹൈഡ്രേഷൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ളത്, നമ്മളത് ഡിപ്പെൻസ് ഓൺ നമ്മുടെ സ്കിന്നിന്റെ കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ പ്രൊഡക്റ്റ് പാക്കേജ് പറയുന്നത്. അങ്ങനെ ബ്രൈഡൽ പാക്കേജ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ നിങ്ങൾക്കൊരു ഒക്കേഷൻ വരുന്നുണ്ട്, ആ ഒക്കേഷന് ഒരു 3-4 മാസം സമയമുണ്ട്, അതിനുള്ളിൽ നിങ്ങളുടെ സ്കിന്ന് നന്നായിരിക്കണം എന്നൊക്കെയുള്ള ഒരു ആവശ്യമായിട്ട് വരുന്നവരെ നമ്മൾ ജനറലി അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നത്, ജനറൽ ആണ് കേട്ടോ ഈ പറയുന്നത്, ജനറൽ അഡ്വൈസ് പറയുന്ന പ്രൊഡക്റ്റുകളാണ്. ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര പിമ്പിൾസും കാര്യങ്ങളും ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇതിൽ മാറ്റം ഉണ്ടാവും. ജനറലി നമ്മൾ പറയുന്നത് നമ്മുടെ ഓഫ് കോഴ്സ് നമ്മുടെ ക്ലെൻസർ, ഫേസ് വാഷ്, പിന്നെ നമ്മുടെ ആന്റി പിഗ്മെന്റേഷൻ ഫേസ് പാക്ക്, അതേപോലെ തന്നെ വൈറ്റമിൻ സി സെറം, AHA സെറം, മോയ്സ്ചറൈസർ. ഈ ഒരു കോമ്പിനേഷനാണ് നമ്മൾ ഇത്തരത്തിൽ ഒരു 3-4 മാസം നിങ്ങൾക്ക് സമയം ഉണ്ടാവണം, അറ്റ്ലീസ്റ്റ് ഒരു 3 മാസമെങ്കിലും സമയം ഉണ്ടാവണം. നിങ്ങളുടെ സ്കിന്നിൽ ഒരുപാട് മാറ്റങ്ങൾ, റിന്യൂവൽ ചെയ്ത ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാൻ സഹായിക്കുന്ന പ്രൊഡക്റ്റുകളാണ്. ഇപ്പം അതിനിടയിൽ ഇപ്പം നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഒരു ഡെർമറ്റോളജിക്കൽ ക്ലിനിക്കിൽ പോയിട്ട് നമ്മളൊരു മെഡി ഫേഷ്യൽ, ഹൈഡ്രാ ഫേഷ്യലോ അല്ലെങ്കിൽ വട്ടവർ അങ്ങനത്തെ ഒരു ഫേഷ്യൽസ് ഒക്കെ പീൽസ് ചെയ്യാറുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചാണ് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് പോകാനുള്ള ബഡ്ജറ്റ്, നിങ്ങൾക്ക് ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ്സിന് പോകാനുള്ള ബഡ്ജറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു ഷുഡ് ഗോ ഫോർ ദാറ്റ്. നേരെ മറിച്ച് നിങ്ങൾക്ക് അതിനൊന്നുള്ള ഒരു ബഡ്ജറ്റ് ഇല്ല, നിങ്ങൾക്ക് പ്രോഡക്റ്റിൽ സ്പെൻഡ് ചെയ്ത് പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തിട്ട് ഒരു 3-4 മാസം കൊണ്ടാണ് നിങ്ങളുടെ സ്കിന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പ്രൊഡക്റ്റുകൾ ഉറപ്പായിട്ടും ഗുണം ചെയ്യും. അതിൽ ഈ AHA സെറം ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ, AHA സെറം, വൈറ്റമിൻ സെറം ഒക്കെ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരു മെഡി ഫേഷ്യൽസും ചെയ്യേണ്ട ആവശ്യമില്ല. പൊതുവെ ഹൈഡ്രാ ഫേഷ്യൽ പോലെയുള്ള ഫേഷ്യൽസിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എക്സ്ഫോളിയേഷൻ, സക്ക് ചെയ്ത് ക്ലെൻസ് ചെയ്യുക, അതേപോലെ തന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യുക, ഹൈഡ്രേറ്റ് ചെയ്യുക. ഇതാണ് മസ്റ്റായിട്ട് നടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ AHA സെറം ഒരു ഇപ്പോൾ ക്ലിനിക്കൽ ഗ്രേഡിലുള്ള പീൽസ് പോലെ ഭയങ്കര സ്ട്രോങ്ങസ്റ്റ് ഒന്നും അല്ല. പക്ഷെ നിങ്ങൾക്കൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം, ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് AHA ഓൺ സ്കിൻ എന്നുള്ളത്. AHAയിൽ നമ്മളെ ലാക്ടിക് ആസിഡും മൻറ്റേലിക് ആസിഡും ഒക്കെയാണ്. അത് വളരെ മൈൽഡായിട്ട് നമുക്ക് ഒരു മാസം നമ്മൾ 4 തവണയേ യൂസ് ചെയ്യുന്നുള്ളൂ. അതായത് മൈൽഡാണ്, വീക്ക്ലി വൺസ് മാത്രമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു 3 മാസം കൊണ്ട് നിങ്ങൾക്ക് പിന്നെ മെഡി ഫേഷ്യൽസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമേ വരില്ല. അതേപോലെ തന്നെ വൈറ്റമിൻ സി സെറം, നിങ്ങൾക്ക് ഈവൻ സ്റ്റെബോൺ ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് നാളായിട്ട് മാറാൻ ഇരിക്കുന്ന പിഗ്മെന്റേഷൻ ആണെങ്കിലും നിങ്ങൾ പതുക്കെ AHAയും വൈറ്റമിൻ സിയും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പതുക്കെ ട്രാൻസ്ഫോം ആവും. പിന്നെ അതിന്റെ കൂടെ നമ്മളൊരു ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നമ്മുടെ ഫേസ് പാക്ക് ഓവർ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ഇല്ല. ഞാനിതെല്ലാം പറയുന്നത് ഒരു സയന്റിഫിക്കലി മാത്രമാണ്. ഒരിക്കലും ഒരു മിത്തോ അല്ലെങ്കിൽ ഒരു നിങ്ങൾ ഇന്ന് ഇതുപോലെ ചെയ്താൽ ഇത് മാത്രമാണ് ഏറ്റവും മികച്ചത്, ആ ഒരു ആസ്പെക്ട്സിലേ അല്ല. അതെല്ലാവരും ഒന്ന് മനസ്സിലായി നോട്ട് ചെയ്യണം. ഫേസ് പാക്ക് നിങ്ങൾക്ക് ഒരു ഫേസ് പാക്കിന് നമ്മുടെ സ്കിന്നിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, ഏതൊക്കെ ഫേസ് പാക്കിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ആന്റി